ഹായ് വെൽക്കം ടു നമ്മുടെ ചാനൽ. അപ്പം അടുത്തൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം രാവിലെ തന്നെ കുളി കഴിഞ്ഞിട്ടുണ്ട്. നേരത്തെ കുളിച്ചു, വയ്യാത്തോടെ നേരത്തെ കുളിക്കാൻ തോന്നി. ഇപ്പം വരാം. അപ്പം രാവിലെ തന്നെ അതെ മഞ്ഞപ്പൊടിയും ഇഞ്ചി ചെറുനാരങ്ങ പിഴിഞ്ഞിട്ടുള്ള വെള്ളാട്ട വെറും വയറ്റിൽ അതൊന്ന് കുടിക്കാം. നല്ല എരിവുണ്ട്. അപ്പം അങ്ങനെ അത് കുടിച്ച് കഴിഞ്ഞ് ഇനി നമ്മൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇട്ടാം. അപ്പം ഇന്നത്തെ ഡയറ്റിങ് അല്ലെങ്കിൽ ഈ നിലയ്ക്ക് ഡയറ്റ് എടുത്ത് പോവുകയാണെങ്കിൽ ഞാൻ ചെയ്യുന്ന പോലെ ചെയ്തു പോലെ എന്തായാലും തടി കുറഞ്ഞു വിട്ടോട്ടെ. എത്ര തടി, അതും നല്ലോണം ഫുഡ് കഴിക്കണവരാണെങ്കിൽ ഈ നിലയ്ക്ക് പോലെ പെട്ടെന്ന് അവർക്ക് മാറ്റം എടുക്കും. എനിക്ക് പെട്ടെന്ന് മാറ്റം വരാതെ ഞാൻ ഒരുപാട് ഫുഡ് കഴിക്കലും ഇതുപോലെ ഒരെണ്ണം കൂടി കൂടും. അത്രയ്ക്കാണ് ഞാൻ കഴിക്കാറുള്ളത്. പിന്നെ ചോറുണ്ടായിരുന്നു, അത് ഒരുപാട് ഒരു 3-4-5 വയസ്സായി കുട്ടി കഴിക്കുന്ന അത്ര ചോറ് ഉണ്ടായിരുന്നു സ്ഥിരം. അതും ഞാൻ പൂർണ്ണമായിട്ട് നിർത്തിയിട്ടാണ്. എന്തായാലും തടിയൊക്കെ കുറഞ്ഞ് ടെസ്റ്റ് ചെയ്ത് സെക്കൻഡ് സ്റ്റേജിൽ നിന്ന് ഇറങ്ങി കിട്ടി കഴിഞ്ഞാൽ പിന്നെ കുറേ തിന്നാനുള്ള ഒരു സമാധാനം അതൊന്നൊന്ന് മാറി കിട്ടണ്ട. അപ്പം അതിന് വേണ്ടിയിട്ടാണ്. അപ്പം ഇപ്പം കൂടുതൽ ഞാൻ കടലക്കറി ചെറുപ്പായിരിക്കണം. അപ്പം കടല വർഗ്ഗങ്ങൾ കഴിച്ചോളാൻ പറഞ്ഞിട്ട് കടല പരിപ്പ് മുതൽ അതൊക്കെ നല്ലോണം കഴിച്ചോളാൻ പറഞ്ഞിട്ടാണ്. എന്നാലും കുറേയൊന്നും ഞാൻ കഴിക്കാറൊന്നുമില്ല. ഒരു ചപ്പാത്തിക്ക് എങ്ങനെയാണ് ഞാൻ അനുസരിച്ചിട്ടാണ്. അപ്പോൾ കടലക്കറിക്ക് കടല വേവിക്കാൻ വെച്ചിട്ടുണ്ടാകും. അത് നമ്മൾ വിസിലടിക്കുന്ന ശബ്ദം കേൾക്കുന്നത് തുള്ളി എണ്ണ വെച്ചിട്ട് നമ്മളത് ഉണ്ടാക്കണമല്ലോ കേട്ടോ. അപ്പോൾ അപ്പം നമ്മുടെ കടല കാച്ചാൻ വേണ്ടി വെച്ചപ്പോൾ നമുക്ക് ഇനി പോകുമ്പോഴേ കേട്ടാ അങ്ങനെ നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനുള്ള പരിപാടിക്ക് തുടങ്ങുകയാണ് കേട്ടോ. അപ്പോൾ രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുക കടലക്കറിയാണ് കേട്ടോ. എന്ന് വെച്ചാൽ കടലക്കറി ആകുമ്പോൾ നമുക്ക് എന്തെങ്കിലും കടലയല്ല അല്ലേ എന്ന് കടലക്കറി ഇത് ഇന്നലത്തെ വീഡിയോ കേട്ടോ. അപ്പോൾ 2 ദിവസത്തെ ഡയറ്റിങ് കാരണമാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു തരുന്നത് കേട്ടോ. അപ്പോൾ കടലക്കറിയാണ്. കടലക്കറി അധികം വെളിച്ചെണ്ണയോ കാര്യങ്ങളോ ഒന്നും ഇല്ലാണ്ടാട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത്. എൻ്റെ കുക്കർ കറുത്ത നിറായത് കണ്ട എന്നിട്ട് കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് ഞാൻ നല്ല ചൂടായപ്പോൾ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഓഫ് ചെയ്തു. ചൂട് കൂടുതലാന്ന് പറഞ്ഞപ്പോൾ. പക്ഷേ എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ വെളിച്ചെണ്ണയോട് ഭയങ്കരമായിട്ട് കത്തി. ഞാൻ പേടിച്ചു കിട്ടാ. അപ്പോൾ അതിൻ്റെ ചുറ്റും ഒരു കറുപ്പ് നിറം പിടിച്ചു. പക്ഷേ സ്റ്റീലങ്ങനെ ഉരച്ചിട്ടും പോകണില്ല. അലുമിനിയം ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് പോകും. പക്ഷേ സ്റ്റീലൊന്ന് പോകാൻ ഭയങ്കര പണിയാട്ടാ. അപ്പോൾ നമ്മൾ കുറച്ചൊരു 1.5 ടീസ്പൂണൊക്കെ വെളിച്ചെണ്ണ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു കടലക്കറി ഉണ്ടായത്. വേറെ പ്രത്യേകിച്ച് ഒരുപാട് കറി മസാലയോ കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ ഒരുപാട് കഴിക്കണില്ല, അതും കുറച്ച് തന്നെയല്ല കഴിക്കണമല്ലോ. അപ്പോൾ കുണുക്കനും പൊന്നിനും കുഞ്ഞൻ ഷെബിൻ അവരൊക്കെ കൂടിയിട്ട് ദോശയായിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ കുറച്ച് കട്ടിയിൽ ദോശ ഉണ്ടാക്കിയിട്ട് ഇന്നലെ അവർ ഇവിടെ ആയിരുന്നു അല്ലേ? അതെന്താ അവർ വന്നതാണോ ചേട്ടാ? ഇങ്ങനെ വർക്ക് ഉണ്ടായിരുന്നു. പൊന്നിനും ഷെബിക്ക് വർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ കാർത്തു ഞങ്ങളുടെ അടുത്തായിരുന്നു കേട്ടോ. ഒരു ഗുരുവായൂർ ഒരു ബ്രൈഡ് ഉണ്ടായിരുന്നു. വർക്ക് കഴിഞ്ഞപ്പോൾ അവർ ഇങ്ങോട്ട് വന്നപ്പോൾ അവരൊന്നും കഴിച്ചിട്ടില്ല, കഴിക്കാണ്ട് വന്നിട്ട്. അപ്പോൾ മേടിച്ചിട്ട് അപ്പോൾ ഞാൻ മേടിക്കേണ്ട അമ്മ ഉണ്ടാക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ ദോശയും കടലക്കറിയും. അപ്പം ഞങ്ങൾക്ക് സലാഡ്. അപ്പോൾ 3 നേരം സലാഡ് കഴിക്കലാണ് കേട്ടോ. 3 നേരമൊക്കെ എളുപ്പമൊന്നുമല്ല. നമ്മൾ 1 കിലോ മേടിച്ചുകൊണ്ട് അത് കഴിയുമ്പോൾ ചിലപ്പോൾ ഉണ്ടെങ്കിൽ ഉള്ളപ്പോൾ ഉള്ളതുപോലെ തന്നെ കേട്ടോ. കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ നേരത്തെ ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ അപ്പോൾ ഇന്ന് രാവിലെ സലാഡ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മളൊരു കുക്കുംബർ, 2 കുഞ്ഞ് ക്യാരറ്റ് 3 ഉണ്ട്. അത് അത്ര നല്ല ക്യാരറ്റല്ല. ഞാൻ അവിടെ കടലാത്ത ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാനത് എടുത്തോളം പറഞ്ഞിട്ട്. പക്ഷേ അവരതിന് കാശ് കൂട്ടിയില്ല. എന്താ വെച്ചാൽ ചെറുത് അത്ര നല്ലതല്ല, ഒന്ന് വാട്ടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ തൊലിയൊക്കെ ചെറിഞ്ഞപ്പോൾ ഉൾവശം ഒരുപാട് കുഴപ്പമില്ല കേട്ടോ. പിന്നെ ഒരു തക്കാളിയുടെ പകുതി ഉണ്ടായിരുന്നു കടലക്കറിക്ക് എടുത്തത്, അതും ഇട്ടു. പിന്നെ ഒരു സബോള അരിഞ്ഞിട്ടു കേട്ടോ. അങ്ങനെ സബോളയും കടലക്കറിക്ക് ഉണ്ടാക്കിയ സബോളയുടെ ഒരു പകുതി ഉണ്ടായിരുന്നു, അതാണ് കേട്ടോ ഞാൻ അരിഞ്ഞത്. പിന്നെ 2 പച്ചമുളക് ഇട്ടു, ഒരു ചെറുനാരങ്ങയുടെ പകുതി പിഴിഞ്ഞു, തരി ഉപ്പിട്ടു. അങ്ങനെ നമ്മുടെ സലാഡ് ഓക്കെ കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് വയറ് നിറയും കേട്ടോ. പെട്ടെന്ന് വയറ് നിറയും. അങ്ങനെ അവർക്ക് അരിദോശയും ഞങ്ങൾക്ക് ഗോതമ്പ് ദോശയാണ് കേട്ടോ. അപ്പോൾ ഗോതമ്പ് ഞാൻ ആദ്യം ഈ മിക്സിയിൽ ഒരു കപ്പ് വെള്ളം ഒഴിക്കും, അതിലേക്ക് ഉപ്പിടും, അതിന് മുകളിലേക്കാണ് പൊടിയിടുക കേട്ടോ. എന്നിട്ടൊരു ഒറ്റ അടി അടിക്കും കേട്ടോ. ആദ്യം പൊടിയിട്ട് കഴിഞ്ഞാൽ അടി കട്ട പിടിച്ചിരിക്കുക. അതുകൊണ്ടാണ് ആദ്യം നമ്മൾ വെള്ളം ഒഴിക്കണം കേട്ടോ. എന്നിട്ട് പിന്നെ കൈയിട്ട് ഇളക്കാനോ കുഴയ്ക്കാനോ ഒന്നും നിൽക്കണ്ട കേട്ടോ. കാരണം നല്ല കനം കുറഞ്ഞ ഗോതമ്പ് ദോശ ഇട്ട് നല്ല ഗോതമ്പ് ദോശയില്ലേ കേട്ടാ? നല്ല ഗോതമ്പ് ദോശ ഇട്ട് നമുക്ക് പരിപ്പോട്ടതിൻ്റെ കൂടി കടലക്കറിയുടെ കൂടെ എല്ലാ കറിയുടെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ.
ഈ പ്രാവശ്യം മേടിച്ച ഗോതമ്പിൻ്റെ ആണോ എന്താണെന്നറിയാം, നല്ല ടേസ്റ്റ് ഉണ്ട് ഇങ്ങനെ ഗോതമ്പ് ദോശ ഉണ്ടാക്കുമ്പോൾ കേട്ടോ. സ്വതവേ ഞങ്ങൾക്ക് അധികം ഇഷ്ടമില്ലാത്തൊരു ഇതല്ലേ ഗോതമ്പ് ദോശ, പക്ഷേ ഇപ്പം നല്ല ടേസ്റ്റ്. ഇപ്പം ഞങ്ങൾ സെറ്റായി, ഞങ്ങൾക്ക് ഇതെല്ലാം കിട്ടുള്ളൂ എന്ന് വിചാരിച്ചുകൊണ്ട് തോന്നുന്നു ടേസ്റ്റ് തോന്നുന്നു. അങ്ങനെ അന്വേഷണം കനം കുറഞ്ഞ ദോശ കേട്ടോ, അന്വേഷണം 3 എനിക്ക് 1 കേട്ടോ. വളരെ കനം കുറച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഇല്ല പിന്നെ ഒരു എത്ര കോഴിമുട്ട, ഒരു 5-8 കോഴിമുട്ട അതിൻ്റെ പുഴുങ്ങിയിട്ടിട്ട് വേറെ ഒന്നര ഉണ്ണുകൊടുക്കും. ഞങ്ങൾക്ക് എല്ലാവരും കൂടിയിട്ടാട്ടോ, 8 ആളുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് മാത്രമായിട്ട് പുഴുങ്ങുമ്പോൾ വിഷമമില്ല. അപ്പോൾ ഉണ്ണുകൾക്ക് കൂടിയിട്ട് കഴിക്കണേ അല്ലെങ്കിൽ ഞങ്ങൾക്ക് കഴിക്കാന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഓൾറെഡി 3 കോഴിമുട്ട വീതം ഒരു ദിവസം കഴിക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ ഒരു ദോശ എടുത്തു, ഒരു കോഴിമുട്ട വെച്ചു, കുറച്ച് കടലക്കറി, അത് തന്നെ 2 പ്ലേറ്റ് കേട്ടോ. 3 ദോശയുടെ കനം കുറവാണ് കേട്ടോ. സത്യം ഒരു ദോശയുടെ വലിപ്പില്ല ശരിക്കും, അത്രയും അതായത് ഗോതമ്പ് പൊടിയില്ല. അപ്പോൾ നമുക്ക് എത്രത്തോളം കനം കുറയ്ക്കാം അത്ര അരിപ്പൊടിയേക്കാളും നന്നായി കനം കുറഞ്ഞ് കിട്ടും കേട്ടോ. ഞങ്ങൾക്ക് കട്ടിയുള്ള ദോശ ഗോതമ്പിൻ്റെ ഇഷ്ടമില്ല, നല്ല കനം കുറച്ചിട്ടുണ്ടാക്കി. പിന്നെ ഒരു കോഴിമുട്ടയും കടലക്കറിയും ആ ഒരു സലാഡും കൂടി ഇട്ടപ്പോൾ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഓക്കെയാണ് കേട്ടോ. ഇന്നലെ രാവിലെ ഇതാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. നിങ്ങൾക്ക് ആരെങ്കിലും തടി കുറയ്ക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ എൻ്റെ കൂടെ ഫോളോ ചെയ്തോ. ഞാൻ ഡെയിലി ഞാൻ കഴിക്കുന്ന വീഡിയോ നിങ്ങൾക്കിടാം. 3 നേരം എന്താണ് കഴിക്കുന്നത്, എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ള വീഡിയോ ഞാൻ ഇട്ടുതരാം. അപ്പോൾ നിങ്ങൾക്ക് എളുപ്പമല്ലേ. സത്യം പറഞ്ഞാൽ നല്ലോണം ഫുഡ് കഴിക്കുന്നവരൊക്കെ ഈ ഡയറ്റ് എടുത്താൽ പെട്ടെന്ന് ക്ഷീണിക്കില്ല കേട്ടാ. ഞാൻ തന്നെ ക്ഷീണിച്ചില്ലേ. അങ്ങനെ നമ്മൾ കിട്ടിയ ഫുഡ് ആസ്വദിച്ച് കഴിക്കട്ടെ. എന്താ വെച്ചാൽ ഇതല്ലേ ഉള്ളൂ എന്ന് നമുക്ക് അറിയണോണ്ട് എന്ത് ചെയ്യണം, ആ ഉള്ളത് നല്ലോണം ആസ്വദിച്ച് കുറേ എടുത്ത് കഴിക്കുക. കുറേ നേരം കഴിക്കാമല്ലോ. അങ്ങനെ എന്തെങ്കിലും ആവട്ടില്ല. ഞാൻ വിചാരിച്ചു ആയുസിന് ആപത്തില്ലാണ്ടിരിക്കട്ടെ. നമ്മൾ ലൈഫിൽ ചില കാര്യങ്ങൾ നമ്മൾ കാണേണ്ടി വരും ഉണ്ട്. അപ്പോൾ നമ്മുടെ ലൈഫിന് വേണ്ടിയിട്ട് നമ്മളതൊക്കെ കുറേ കാര്യങ്ങൾ ഉപേക്ഷിച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോകണം. അങ്ങനെ അത്രേ ഉള്ളൂ. അങ്ങനെ നമ്മളിത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ നമ്മൾ ഒരു പേരക്കയുടെ പകുതി കുഞ്ഞ് 2 ദിവസമായിട്ട് ഞങ്ങൾ ആ പേരക്ക കഴിച്ച് ഇന്നലെ ഇന്നോട്ടാ പകുതി എടുത്തു. എല്ലാവർക്കും ഒരേ വലിയ പേരക്ക ഇരുന്നുട്ടാ. ഞാൻ 2 കുഞ്ഞ് പീസ് എടുത്തു കേട്ടോ. അപ്പോൾ എൻ്റെ ചേച്ചി വിളിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അതാണ് അങ്ങനെ സംസാരിച്ചുകൊണ്ട് അതിൽ പോലെ കുഞ്ഞിൻ്റെ കല്യാണത്തിൻ്റെ തലേ ദിവസം കല്യാണത്തിനും ആൾക്കാർ വിളിക്കുന്നതിൻ്റെ എണ്ണം എടുക്കുക കേട്ടോ. എത്ര ക്ഷണിക്കാതെ ആൾക്കാരുടെ കണക്ക് എഴുതലായിരുന്നു. അതാണ് ബുക്കും പേനൊക്കെ കയ്യിലുണ്ടായിരുന്നത്. അപ്പോൾ തലേദിവസത്തെ കണക്കെടുത്തു. പിറ്റേ ദിവസം ഇനി കല്യാണത്തിന് അന്നത്തെ നമ്മൾ കണക്കെടുത്തിട്ടില്ല കേട്ടോ. അങ്ങനെ നമ്മൾ പരിപ്പ് വേവിച്ചു, അരിക്ക് കുമ്പളങ്ങി തക്കാളിയൊക്കെ അരി. അങ്ങനെ പിന്നെയുള്ള വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ. എൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ നമുക്ക് അറിയണം ഭയങ്കര ജലദോഷം കെട്ടും മൂക്കടുക്കും, തുമ്പിയിട്ട് തലവേദന, ഭയങ്കര തലവേദന, എനിക്ക് നിൽക്കാൻ പറ്റില്ല തല. അപ്പോൾ വെറുതെ കുമ്പളങ്ങി പരിപ്പൊക്കെ തക്കാളി ഇട്ട് വെച്ച് ഇന്നലെ തക്കാളി കറി വെച്ച് തക്കാളി പരിപ്പ് ഇട്ട് വെച്ചപ്പോൾ ഇന്നലെ അത് മതി ഇവർക്ക്. അപ്പോൾ അതിനോട് ഇഷ്ടം. മഞ്ഞക്കറി വെച്ചാൽ മതി അമ്മ. അപ്പോൾ അതുണ്ടാക്കി. പിന്നെ കടലക്കറി രാവിലത്തെ ഉണ്ട്. അപ്പോൾ ഉച്ചത്തേക്ക് ഞാൻ ഓട്സ് പുട്ടാട്ടോ കഴിക്കുന്നത്. ഒരു കഷ്ണം ഓട്സ് പുട്ടാണ് പരിപ്പാറ് കൂട്ടിയിട്ടാണ് കടലക്കറി കൂട്ടിയിട്ട് എന്തെങ്കിലും കഴിക്കാൻ വെച്ചു. സലാഡൊക്കെ ഉണ്ടാക്കണം, പക്ഷേ എനിക്ക് തീരെ വയ്യ സലാഡ് ഉണ്ടാക്കാൻ പോയിട്ട്. കണ്ടോ എൻ്റെ ഡ്രസ്സ് കണ്ടാൽ നിങ്ങൾക്ക് അറിയാൻ വേണ്ട, ആകെ നനഞ്ഞൊട്ടിയിട്ടിരിക്കുന്നത്. കുറേ ദിവസമായിട്ട് വയ്യാത്തവരെ അടുക്കള ഡീപ്പായിട്ട് ഇങ്ങനെ ക്ലീൻ ചെയ്യാൻ പറ്റാറില്ല. അമ്മ കെട്ടിരിക്കുന്നുണ്ട്. അമ്മയുടെ സാധനം നനഞ്ഞ് ചീഞ്ഞിട്ടിരിക്കണം. അപ്പോൾ എനിക്ക് തീരെ വയ്യ. അപ്പം അടുക്കളയോട് ഒരച്ച് കഴുകി സമാധാനമായി. അല്ലെങ്കിൽ എനിക്കൊരു അസ്വസ്ഥത. കുറേ ദിവസത്തേക്ക് അടുക്കളയോട് ഭയങ്കര ടെൻഷനായിട്ട് ഇങ്ങനെ ക്ലീൻ ആക്കാൻ പറ്റാത്തതിന് തീരെ വയ്യാത്തതാണ് ക്ലീൻ ആക്കാൻ. പിന്നെ മാനസികമായിട്ടുള്ള ടെൻഷനും കാര്യങ്ങളൊക്കെ എനിക്ക് വയ്യായിരുന്നു. ഇനിയിപ്പോൾ കല്യാണത്തിന് നമ്മുടെ മുന്നിൽ വെറും 4 മാസമുള്ളൂ. അപ്പോൾ ഒരു കാര്യം അപ്പോൾ നമ്മൾ ഒരു 6.5 സെൻറ്റ് സ്ഥലം വിൽക്കാമെന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആവശ്യക്കാരല്ലെന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റയിൽ ഐഡിയിൽ എൻ്റെ ഫോൺ നമ്പറുണ്ട്. അപ്പോൾ അതിൽ മാത്രം യൂസ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിൽക്കാട്ട് കാണും സ്ഥലം. അപ്പോൾ അത് വിൽക്കാട്ടുണ്ട്. അന്ന് ജസ്റ്റ് പറഞ്ഞതുപോലെ ആയിരിക്കും ആവശ്യക്കാരുണ്ടെങ്കിൽ വന്ന് മേടിക്കാനും അത്രേ ഉള്ളൂ. അങ്ങനെ ഞാനൊക്കെ ഫുഡ് കഴിക്കാൻ വിളിക്കട്ടെ കേട്ടോ. ഓട്സിൻ്റെ പുട്ട് ഒരു കഷ്ണം അത് മതി. എനിക്ക് തീരെ വയ്യ. സലാഡ് ഉണ്ടാക്കി വരാനും ഫുഡ് കഴിച്ച് തരാം. അതിൻ്റെ ഇടയിൽ ഞാൻ ഒരു പകുതിയിൽ ഒരു 2 കഷ്ണം പേരക്ക കഴിച്ചിട്ട് ചൂവില്ല, മധുരമൊന്നുമില്ല, ഒരു രസമില്ല പേരക്ക. ഞാൻ മോൾ പറഞ്ഞിട്ടുണ്ട് രാവിലെ കഴിഞ്ഞ് ഭക്ഷണം കഴിച്ച് 2:30 മണിക്കൂർ എന്തെങ്കിലും ഒരു ഫ്രൂട്ടിൻ്റെ പകുതി കഴിക്കാൻ വേണം. ഒരു പേരക്ക ഒരെണ്ണം മേടിച്ചാൽ ഒരു മധുരം തോന്നുന്നു. ഇനിയിപ്പോൾ തന്നെ മത്തങ്ങി ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഒരു 4-5 മണിയൊക്കെ ആകുമ്പോഴേക്കും അത് കഴിക്കാൻ വെച്ചു. അപ്പം എന്നോട് ചോദിച്ചാൽ അപ്പോൾ ഫുഡ് കഴിക്കാൻ അപ്പോൾ വിളിച്ചിട്ട് പോവാം. ഉച്ചത്തെ ഫുഡ് അതുപോലെ ഓട്സ് ഉണ്ടല്ലോ, ഓട്സ് കുറച്ച് വെള്ളത്തിൽ ഉപ്പിട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച്
ഒരു 10 മിനിറ്റോളം ഞാൻ കുഴച്ച് വെച്ചു. അപ്പോൾ ഒന്ന് ഡ്രൈ ചെയ്യുമ്പോൾ മിക്സിയിൽ ചാറിലിട്ടിടും ഒന്ന് പൊടിച്ചെടുത്തുട്ടോ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഓട്സിൻ്റെ പുട്ടാണ് ഉണ്ടാക്കുന്നത്. ടേസ്റ്റ് ഉണ്ട് കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഓട്സിൻ്റെ പുട്ടും കുറച്ച് ഒരു കഷ്ണം കേട്ടോ, അതും ഒരു കഷ്ണം പരിപ്പ് കറി, അങ്ങനെ ഓട്സിൻ്റെ ഒരു കഷ്ണം പുട്ടും കുറച്ച് പരിപ്പ് കറി, ഒരു തരി ഒരു ടീസ്പൂണത്തോളം കടലക്കറി കൂട്ടിയിട്ട് അത് അങ്ങോട്ട് കഴിച്ചിട്ട്. പിന്നെ സലാഡോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാക്കിയില്ല കേട്ടോ, പ്രത്യേകിച്ച് വേറെ ഒന്നും ഉണ്ടാക്കിയില്ല. ഇന്നലെ മീൻ ചുട്ടത് അന്വേഷണം എനിക്ക് വേണ്ട, എനിക്ക് മീൻ അധികം ഇഷ്ടമില്ലാതെ ഞാൻ ഇന്നലെ മീൻ എടുത്തില്ല കേട്ടോ. ചിലപ്പോൾ കേട്ടിക്കേട്ട് കഴിക്കാൻ തന്നെ മീനോട് വല്ലാണ്ട് അങ്ങനെ താല്പര്യമില്ല. പിന്നെ നമ്മുടെ എണ്ണയിലൊക്കെ വറുത്തെടുത്ത് കഴിഞ്ഞാൽ അത് കുറച്ചുകൂടി കഴിക്കും കേട്ടോ, ടേസ്റ്റിൽ അത്രയാണുള്ളൂ. അങ്ങനെ പക്ഷേ ടേസ്റ്റ് ഉണ്ട്. ഓട്സ് ഫുഡും ആ പരിപ്പ് കറി കൂടി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കുക. അപ്പോൾ അത് കുറച്ച് കഴിച്ചു. പിന്നെ ഞങ്ങളൊരു രാത്രി ഒരു 5:30-6 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി പുറത്തേക്ക് പോയി. എല്ലാവരും വെച്ചാൽ കുഞ്ഞല്ലേ, ഞാനും എന്നെയായിട്ട് കൊടുക്കാൻ കുണിക്കിയിട്ട് കായക്കൊല വിൽക്കാണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പോയി കായക്കൊലൊക്കെ വിറ്റ് വരുന്ന വഴിക്ക് ഞങ്ങൾ ഓരോ കാപ്പ് പിടിക്കാൻ കയറിയിട്ട്. അപ്പോൾ കുണുക്കനും കുണുക്കിക്കും 2 ബൂസ്റ്റ് പറഞ്ഞു. ഞങ്ങൾക്ക് ഓരോ ഇത് എൻ്റെ കയ്യില്ല കേട്ടോ, കുണുക്കിയുടെ കയ്യാണ് 3 ചിക്കൻ സമൂസ മേടിച്ചു കൊടുത്തു അവർക്ക്. ഞങ്ങൾ രണ്ടാളും ഒരു വിത്തൗട്ട് കാപ്പി മേടിച്ചു കേട്ടോ. പിന്നെ വിത്തൗട്ട് കാപ്പി അടിച്ചപ്പോഴും ഞങ്ങൾക്ക് നല്ലോണം വിശന്നിട്ട് വയ്യ. അപ്പോൾ എന്ത് കഴിക്കുന്നത് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് എന്തായാലും രാത്രിത്തെ ഫുഡ് ഓംപ്ലേറ്റ് അതിപ്പോൾ അവിടെ നിന്ന് കഴിച്ച് പറഞ്ഞു. അങ്ങനെ ഞാൻ അവരോടൊരു ഓംപ്ലേറ്റ് പറഞ്ഞു കേട്ടോ. അപ്പോൾ അവർ പറഞ്ഞു, ഞാൻ പറഞ്ഞു എണ്ണ ഒഴിക്കാണ്ട് ഓംപ്ലേറ്റ് മതിയാണ്. അപ്പോൾ ചേച്ചി അത് പൊട്ടിപ്പോകുന്നു. ഞാൻ പൊട്ടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾക്ക് അങ്ങനെ ഉണ്ടാക്കിയത്. അങ്ങനെ ഞങ്ങൾ 2 ഓംപ്ലേറ്റ് കഴിച്ചു. അങ്ങനെ രാത്രി വന്ന് സുഖമായി കിടന്ന് ഉറങ്ങി. അപ്പോൾ ഇന്നലെ അത്രേ ഉള്ളൂ കേട്ടോ. അമ്മേനെ കെട്ടുപിടിക്കാനൊക്കെ എത്തുന്നുണ്ട് നോക്കിയേ. അതാ എൻ്റെ കുട്ടിക്ക് എത്തിന്നാ കെട്ടുപിടിക്കുക അമ്മേനെ. നോക്കി കെട്ടുപിടിച്ചേക്ക് എത്തണില്ല ഇപ്പം അമ്മേനെ കണ്ടാ. എൻ്റെ മോനെ കെട്ടുപിടിക്കാൻ എത്തിയ അമ്മേനെ. പലയ്ക്കാം നമുക്ക് ഷർട്ടാണ് എന്തൊരാളെ നിൽക്കുന്നത്, വീട്ടിൽ എടുക്കണ്ടേ? ഇപ്പം 2:45 ഇറങ്ങുമ്പോൾ. അപ്പോൾ അല്ല ഇച്ചിരി കൂടി കഴിച്ചാൽ ഭയങ്കര ക്ഷീണമായിരുന്നു. ഈ ഉടുപ്പൊക്കെ ഇടുമ്പോൾ നല്ലവണ്ണം അറിയണ്ടല്ലേ ക്ഷീണിച്ചത്? ശരിക്കും ക്ഷീണിച്ചില്ലേ? അല്ലെങ്കിൽ കുണുക്കനെ കെട്ടുപിടിക്കാൻ എത്തിയിരുന്നില്ല. കുണുക്കനെ കെട്ടുപിടിക്കാൻ പകുതിക്ക് എത്തിയെന്നുള്ളൂ. കുണുക്കനെ ഫുള്ളും കെട്ടുപിടിക്കാൻ പറ്റുന്നുണ്ട്. നാളെ ആരോ കമന്റ് ഇട്ടേക്ക എത്തുന്നില്ല, എത്തിച്ച് പിടിക്കാൻ പറ്റുന്നില്ല, കയ്യെത്തുന്നില്ല. അതൊന്നും കാട്ടി മീമി ചത്തുവോ? എന്തോട്ട മീമി ചത്ത് അതെയാ? ഷെബി എടുത്ത് വന്നിട്ട് എടുത്തത് ഷെബിയുടെ മീനുകളാ. അളിയനല്ലേ, അളിയനെ കൂടി നടത്തുന്നതല്ലേ നീ സംഭ്രമം? മോന്റെ മീമിയ ഷെബിയോട് വേണ്ട പറയുന്നത് വിളിച്ച്. അത് വേണ്ട അല്ലേ? അമ്മ മുട്ടിയിട്ടേ വാ. സുന്ദര എടാ അത് അമ്മയുടെ മോനാണത്. കുഞ്ഞിച്ചക്ക വിട്ടോ. അമ്മയ്ക്ക് മോനും പല്ലക്കിയ. അപ്പൊ ഗുഡ് ബോയ്, ഗുഡ് ബോയ്. ചെറുനാരങ്ങി, ഇഞ്ചി, തേനും മഞ്ഞളും കൂട്ടി വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. എന്തായാലും തടി കുറഞ്ഞു നോക്ക്. എന്റെ ബാക്കിൽ തടി കുറഞ്ഞാ തടി കുറഞ്ഞു സെറ്റായി. 1 മാസം കൊണ്ട് ഇങ്ങനെ സെറ്റായി. 1 മാസം കൊണ്ട് ചെയ്യാ സൂപ്പറായി. അങ്ങനെ നമ്മൾ പിറ്റേ ദിവസം, അതായത് ഇന്നത്തെ രാവിലത്തെ വീഡിയോയാണ് കേട്ടോ. അപ്പം ഇന്ന് രാവിലെ നമ്മൾ പല്ലേച്ച് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ വാഷ് ബേസിൽ ഒന്നാമത് ഉണ്ണോടെ എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ടും പിടിച്ചിട്ടൊക്കെ അങ്ങനെ കൊണ്ടിട്ട് പെട്ടെന്ന് മുഷിയും കേട്ടോ. നമ്മൾ എത്ര കഴിക്കാലും അല്ലേ വൈറ്റ് പെട്ടെന്ന് മുഷിയല്ലേ. അപ്പോൾ ഈ ഡബ്ബി കഴിഞ്ഞതിൻ്റെ ഇടയിൽ നമ്മുടെ പൊന്നെ വിളിച്ചു കേട്ടോ. അതാണ് നമ്മുടെ ഇടയ്ക്ക് കട്ട് ചെയ്ത് പോയത്. അങ്ങനെ നമ്മൾ വാഷ് ബേസിൽ കഴിയുമ്പോഴേക്കും നമ്മുടെ കുണുക്കമ്മനൊക്കെ എണിച്ചെന്ന് അവൻ്റെ പല്ലേപ്പും എൻ്റെ പല്ലേപ്പും കഴിഞ്ഞു. മുഖം കഴുകി അതൊക്കെ അങ്ങനെ രാവിലത്തെ അങ്ങനത്തെ കുറേ ആൾക്കാർ എന്നോട് ചോദിക്കുന്നത് മുടി വെച്ചതിന് ശേഷം മുടി എങ്ങനെയാണ് കെയർ ചെയ്യണത്, അത് ബുദ്ധിമുട്ടുണ്ടോ?
നമുക്ക് എനിക്ക് പ്രത്യേകിച്ച് അതിനോടൊരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഈ നിമിഷം വരെ ഇല്ല കേട്ടോ. ഈ നിമിഷം എനിക്ക് അതുകൊണ്ടൊരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ വേറെ ഒരു പ്രശ്നങ്ങളും ഇല്ല കണ്ടോ. ഈ അതായത് രാത്രി ഉറങ്ങുമ്പോൾ നന്നായി ഈരിയിട്ട് നല്ല മുറുക്കം മെടഞ്ഞ് വെച്ചിട്ട് ഉറങ്ങുക ഡെയിലി. ഞാൻ ഡെയിലി എന്തൊക്കെ മറന്നാലും മുടി മെടഞ്ഞ് വെച്ച് ഉറങ്ങാൻ മറക്കാറില്ല. മെടഞ്ഞ് നന്നായി മടക്കി ബണ്ണിട്ട് കിടന്നുറങ്ങും. രാവിലെ എണീച്ച് കഴിഞ്ഞാൽ നേരത്തിനനുസരിച്ച് അല്ലെങ്കിൽ കുറച്ച് വൈകിട്ടായാലും മതി. കണ്ടോ മുടി ചിക്ക് വേണ്ട, ചിക്കൊക്കെ കളഞ്ഞ് സെറ്റ് ചെയ്ത് വേണ്ട. ഇത് നമ്മുടെ സ്വന്തം ഹെയർ പോലെ യൂസ് ചെയ്യാനൊന്നും ഒരു കുഴപ്പമോ ബുദ്ധിമുട്ടോ എനിക്ക് ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല കേട്ടോ. അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ട് കാര്യമുണ്ടെങ്കിൽ ഞാൻ ഹെയർ റിമൂവ് ചെയ്യും. എനിക്ക് അങ്ങനെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ. പക്ഷേ ഇതുവരെ എനിക്കൊരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ വന്നിട്ടില്ല. പിന്നെന്താ ഹെയറിനെ പറ്റി അത് ഇന്നും എനിക്ക് എൻ്റെ കമൻറ്റാണ്, ചേച്ചി ഹെയറിനെ പറ്റുമെന്ന് പറയൂ. എന്നെ സംബന്ധിച്ച് എനിക്കിതൊരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഇല്ല കേട്ടോ. പിന്നെ എന്ന് പറഞ്ഞാൽ ഒരു കഷ്ടപ്പാടും ഇല്ലാണ്ട് നമുക്കെല്ലാം ചെയ്യാൻ പറ്റില്ല. ഇപ്പം നമുക്ക് നല്ല ഭംഗിയിലായിട്ട് എനിക്ക് തീരെ ഹെയർ ഇല്ല. അത് സ്റ്റീറോയിഡും അങ്ങനെയുള്ള ഗുളികൾ കഴിച്ചപ്പോൾ ഉള്ള മുടിയും പോയി. കുറച്ച് മുടി ഉണ്ടായിരുന്നു, അതും പോയ ഒരവസ്ഥയായിരുന്നു. അതുമേ ഇന്നത്തെ ഒരു അവസ്ഥ ഉണ്ടാവും. എനിക്കൊരു നല്ല ഭംഗിയിൽ നടക്കാൻ വേണ്ടി ഈ ഒരു ഹെയർ ഉള്ളതുകൊണ്ട് കേട്ടോ. കണ്ട ഈ ഹെയർ ഉള്ള എനിക്കതൊരു ബുദ്ധിമുട്ടില്ല കേട്ടോ. നല്ല എനിക്കൊരു കംഫർട്ടാണ്. എനിക്ക് പറ്റുന്നിടത്തോളം കാര്യം ഞാൻ തലയിൽ വെച്ച് നടക്കാൻ. മുടി വരേണ്ട കാര്യം ശംശയാണ്. എന്താ വെച്ചാൽ ഇത്ര മരുന്ന് കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് ഇനി വരുമോ ഇല്ലയെന്നൊന്നും അറിയില്ല. അപ്പം എനിക്ക് വേറെ ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഞാൻ ഓക്കെയാണ്. നമ്മളിവിടെ സാധാ ഹെയർ എടുത്തതുകൊണ്ട് കണ്ട കെട്ടിക്കണ ഒരു കുഴപ്പമില്ലുണ്ടോ. അത് ഞാൻ അവിടെ ഇരുന്നോളൂ, ഒരു കുഴപ്പമില്ല. ഞാൻ ഓക്കെയാണ്. അപ്പോൾ ഇത് വെച്ച സ്ഥലം കാരണം ഡീറ്റെയിലൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ ഇത് നമ്മുടെ മുന്നത്തെ ഒരു മുടി ഹെയർ വയ്ക്കണ വീഡിയോ ഉണ്ട്. അതിൽ പോയി അവരുടെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ കിട്ടിട്ട് ഇത് ഇപ്പോൾ പ്രമോഷനും കാര്യങ്ങളൊന്നും അല്ല കേട്ടോ. അല്ല ഞാൻ കുറേ ആൾക്കാരിനോട് ചോദിച്ചുകൊണ്ട് പറഞ്ഞതാണ്. ഞാൻ ഓക്കെയാണ് ഹെയർ വെച്ചിട്ട്. എനിക്ക് വേറെ ബുദ്ധിമുട്ട് കുറേ വഴി തെറ്റിപ്പോയില്ലേ. അങ്ങോട്ട് പോകുമ്പോൾ ഞങ്ങൾ കുറേ വഴി തെറ്റിയിട്ട് പോയി. ആദ്യമായിട്ട് പോകുമ്പോൾ ഞങ്ങൾ മേപ്പിട്ട് വരുന്നത് കുറച്ച് കഴിഞ്ഞിട്ട് തെറ്റി. അതാണ് കൊടുക്കും പറഞ്ഞത്. ഇങ്ങനെ കളറാക്കിയത് അതൊക്കെ കൊണ്ടുപോയി. അതാണ് പക്ഷേ ഡിസൈൻ പെട്ടെന്ന് ചെളി പിടിക്കുക. അങ്ങനെ തയ്യാറോടുകൂടിയാണ് രാവിലത്തെ ഫുഡ്. അപ്പോൾ നമ്മൾ രാവിലെ തുടങ്ങണം. അപ്പോൾ ഡയറ്റിങ് കാര്യങ്ങളും തടി കുറയ്ക്കണം എന്നുള്ളവർക്ക് എൻ്റെ ചാനലിലൂടെ ഡെയിലി ഞാൻ കഴിക്കുന്ന ഫുഡുകളും കാര്യങ്ങളും ഞാൻ വീഡിയോ ആയിട്ട് ഇടുന്നുണ്ട്. കാണാൻ താല്പര്യമുള്ളവർക്ക് കാണാം. നല്ല മാറ്റമുണ്ട് കേട്ടോ. ഒരു മാസം കൊണ്ട് ഞാൻ 4 കിലോത്തോളം വെയിറ്റ് കുറച്ചു എന്നാണ് ഇപ്പോൾ ഡോക്ടർ നല്ല ഇതാണ് എന്ന് പറഞ്ഞിട്ട്. എന്താ വെച്ചാൽ കുറേന്ന് വെച്ചാൽ കഷ്ടപ്പാട് തന്നെയാണ്. എന്താ വെച്ചാൽ ഇത്ര നാൾ ഞങ്ങൾ വിചാരിച്ചത് പോലും കുറഞ്ഞ് കിട്ടാൻ പറ്റാത്ത വേറെ ഒന്നല്ല. മെയിനായിട്ട് കുറയേണ്ട സാധനം വറവ് കാര്യങ്ങളൊക്കെ ഇനിയാണ് തോന്നുന്നു. വറവ് മധുരം ഇതൊക്കെ ഇനിയായിട്ട് തോന്നുന്നു. അതൊക്കെ നിർത്തിയപ്പോഴല്ലേ ചോറ് അതൊക്കെ നിർത്തിയപ്പോഴല്ലേ നല്ല മാറ്റം ഒന്നുമുണ്ടോ. നല്ല മാറ്റം വന്നിട്ടോ. അല്ല എനിക്ക് തടി കുറയ്ക്കാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല കേട്ടോ. എന്താ വെച്ചാൽ എനിക്ക് കുറേ വർഷങ്ങളായിട്ട് ഞാൻ ഇങ്ങനെ തടിയിൽ കണ്ടുകൊണ്ട് എനിക്ക് എൻ്റെ ഫേസൊക്കെ അതായിരുന്നു താല്പര്യം. പക്ഷേ അസുഖങ്ങൾ വരുമ്പോൾ വേറെ നിവൃത്തിയില്ലല്ലോ, കുറഞ്ഞേ പറ്റൂ. അപ്പോൾ എൻ്റെ ഈ തടി കുറഞ്ഞിട്ട് സന്തോഷം. ഒന്നാമത്തെ വേറെ ഒന്നല്ല, നമ്മൾ അടുത്ത ചെക്കപ്പ് ചെയ്യുമ്പോഴേക്കും നമ്മുടെ സെക്കൻഡ് സ്റ്റേജിലുള്ള ലിവറിൻ്റെ ഫാറ്റ് ലിവർ സെക്കൻഡ് സ്റ്റേജിലാണ്. അത് ഏറ്റവും താഴേക്ക് എത്തണമെന്നാണ് എൻ്റെ ആഗ്രഹം. അത് ടെസ്റ്റ് ചെയ്യുന്നതിനേക്കാൾ മുന്നിലുള്ള എൻ്റെ കഷ്ടപ്പാടാണ് കേട്ടോ. എന്തായാലും ഡോക്ടറുടെ പേരാണ്. അപ്പോൾ അതുകൊണ്ടുള്ള കഷ്ടപ്പാടാണ് ഇപ്പോൾ ഈ കാണിച്ചു കൊണ്ടത്. അപ്പം അങ്ങനെ അപ്പോൾ അതിനോടൊരു കമൻറ്റ് ഒരു മാസം മുന്നേ ഞാൻ കുറേ വർഷം മുന്നേ അവരോട് ഞാൻ തടി കുറയ്ക്കാൻ പറഞ്ഞു. ഞാൻ അങ്ങനെ തടി കുറയ്ക്കേണ്ട താല്പര്യം ഉണ്ടായിരുന്നില്ല. ആ തടി അങ്ങനെ നിൽക്കുന്നത് തന്നെയായിരുന്നു എനിക്കിഷ്ടം. ഞാൻ പറഞ്ഞു എനിക്ക് എൻ്റെ കുട്ടിക്കാലം തൊട്ട് എനിക്ക് തടിയുള്ളൊരു ഇതായിരുന്നു എനിക്കിഷ്ടം. ഞാൻ സ്വയം ഇങ്ങനെ വേണം എന്ന് പറയുമ്പോൾ എനിക്ക് തടിയുള്ള ഒരു പ്രകൃതി ഇഷ്ടം. എൻ്റെ ഇഷ്ടങ്ങളാണ്. നമുക്ക് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളുണ്ടല്ലോ. അപ്പോൾ അസുഖങ്ങൾ വരുമ്പോൾ നമുക്ക് വേറെ നിവൃത്തിയില്ല. നമ്മൾ ഈ തടി കുറയുമ്പോൾ നമ്മൾ സന്തോഷിക്കുന്നത് എന്താ, നമ്മുടെ ഫാറ്റ് ലിവർ കുറയുക. ഞാൻ പറഞ്ഞേ എനിക്ക് മുന്നോട്ട് ജീവിക്കണമെങ്കിൽ നമ്മൾ എന്താ വെച്ചാൽ ഫാറ്റ് ലിവർ ഭയങ്കര ഡേഞ്ചറാണെന്ന് എനിക്ക് നല്ല ഉറപ്പാണ്. എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞു എൻ്റെ അമ്മയ്ക്ക് ഒരു നവംബർ മാസത്തിലാണ് വയ്യാറായത്. അപ്പോൾ നോക്കിയപ്പോൾ സെക്കൻഡ് സ്റ്റേജിലായിരുന്നു ലിവർ സിറോസിസ്. അപ്പോൾ
പിന്നെ ലിവർ എന്താ പറയുക ലിവറിൻ്റെ കംപ്ലൈൻറ്റ് ഫാറ്റ് ലിവർ സെക്കൻഡ് സ്റ്റേജിലായിരുന്നു. അടുത്ത നവംബർ 16 പിന്നത്തെ നവംബർ 16 എനിക്ക് അമ്മ മരിക്കുകയും ചെയ്തിട്ടാ. എന്താ വെച്ചാൽ അപ്പോൾ എനിക്ക് അത് ഭയങ്കര പേടി. എന്താ വെച്ചാൽ നമ്മുടെ ലൈഫിൽ നമുക്ക് അനുഭവം നേരിട്ടുള്ള അനുഭവം കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. എനിക്കത് ഭയങ്കര പേടിയാട്ടോ. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ഞാനിതിന് മുന്നേ നമ്മൾ ചേച്ചി എല്ലാവരും പറഞ്ഞ് നമുക്ക് കല്യാണം നമുക്ക് തടി കുറയ്ക്കാന്നൊക്കെ അറിയും. ഇപ്പോൾ കുഞ്ഞിൻ്റെ അല്ലെങ്കിൽ ആദ്യം പണ്ടൊക്കെ ഒരു 10 വന്ന് അപ്പോൾ 4 സ്റ്റേറ്റ് ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ നല്ല വില കഴിക്കണം വേണ്ട അതങ്ങനെ വിട്ടേന്ന ഒരാളാണ്. തടി കുറയ്ക്കാൻ അങ്ങനെ തടി കുറയ്ക്കണം അങ്ങനെ ഒരു ഇമ്പോർട്ടൻ്റ് ഒന്നും ഞാൻ ഇതുവരെ ലൈഫിൽ. പക്ഷേ എനിക്ക് വയ്യാണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ദബരയിലൊക്കെ മുഖം കാണുമ്പോൾ എനിക്ക് മുന്നോട്ട് പോയേ പറ്റൂ. അതുകൊണ്ടാണ് കേട്ടോ. അവിടെ കറണ്ട് പോയിക്കണം വെളിച്ചത്തിൻ്റെ ഒരു കുറവ് കേട്ടോ. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ അടുത്ത് കുടിക്കാൻ പോണത്. ഇതിനെന്തൊക്കെ ഇട്ടുകളെ ചേട്ടാ? എൻ്റെ ഏട്ടൻ ഉണ്ടാക്കി കേട്ടോ. മഞ്ഞപ്പൊടി ഉണ്ട്, ഇതെല്ലാം കൂടി ഇട്ട ഒരു വെള്ളം കേട്ടോ. രാവിലത്തെ വെറും വയറ്റിൽ നല്ല എരിവുണ്ടല്ലോ. പിന്നെ മഞ്ഞൾ നല്ല കേട്ടോ. നമ്മുടെ സ്കിന്നിന് ബ്രൈറ്റ്നെസ് വരുത്താൻ മഞ്ഞൾ നല്ലതാണ്. മേടിച്ചിട്ടുള്ള മഞ്ഞപ്പൊടി മേടിച്ചത് യൂസ് ചെയ്തിട്ട് കാര്യമായിട്ട് നമ്മൾ മേടിച്ച് പൊടിക്കണം. മഞ്ഞൾ യൂസ് ചെയ്യാം. ഞാൻ എന്താ പറഞ്ഞു മഞ്ഞപ്പൊടി നിറന്ന് തെറ്റി പറഞ്ഞ അപ്പം ഞാൻ പറഞ്ഞില്ല. മഞ്ഞപ്പൊടി ഇട്ട വെള്ളം കുടിക്കുന്നത് നല്ലതാണ്. നമ്മുടെ സ്കിന്ന് ബ്രൈറ്റ്നെസ് ആവും നല്ലതാണ് കേട്ടോ. പക്ഷെ നമ്മൾ മേടിക്കുന്ന മഞ്ഞപ്പൊടി യൂസ് ചെയ്തിട്ട് കാര്യമില്ല. നമ്മൾ വീട്ടിൽ മഞ്ഞൾ മേടിച്ച് പൊടിച്ചിട്ടുള്ള മഞ്ഞൾ മാത്രം കഴിച്ചിട്ട് കാര്യമുള്ളൂ. ഒരു സന്തോഷവാർത്ത ഉണ്ട് കേട്ടോ. ചേട്ടാ വാണ പറയുന്ന നമ്മൾ കഷ്ടപ്പെടുമ്പോൾ അതിന് ഗുണം കിട്ടുമ്പോഴാണ് നമുക്ക് കൂടുതൽ സന്തോഷം വരിക അല്ലേ? അല്ലേ? തീർച്ചയായിട്ടും. അല്ലേ? ഉണ്ണി ഇപ്പൊ ഒരു മാസത്തിൽ 5 കിലോ വെയിറ്റ് കുറഞ്ഞു. അതായത് 92 ഉണ്ടായിരുന്ന ആള് 87 കിലോയിലേക്ക് എത്തി. ഞാൻ 92 ഉണ്ടായിരുന്നത് ഇപ്പൊ 89 കിലോ കുറഞ്ഞു. മതിയല്ലോ. അങ്ങനെ എന്റെ അവസ്ഥ നിങ്ങളുടെ അവസ്ഥ മാറ്റണ്ടല്ലോ. എനിക്ക് ഫാറ്റ് ലിവറാ, നിങ്ങൾക്ക് ഷുഗറിൻ്റെ. അതിപ്പോൾ നമ്മൾ റൈസ് ഒഴിവാക്കി. ഓൾറെഡി പിന്നെ മധുരം ഇല്ല. പിന്നെ കഴിച്ചത് തന്നെയായിട്ട് ചോറാണ്, അത് ഒഴിവാക്കി. പിന്നെന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾക്ക് അങ്ങനെ ഫുഡ് ഭയങ്കരമായിട്ട് കൺട്രോൾ ചെയ്യണല്ലോ. ഓൾറെഡി അതിനായിട്ട് നല്ലോണം ഫുഡ് കഴിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ പെട്ടെന്ന് എല്ലാരും കഴിക്കുന്ന മാതിരി തന്നെ കുറച്ച് കൂടുതലാ. എന്റെ അച്ഛനൊന്നും ഇങ്ങനെ എത്ര കഴിച്ചു കണ്ടിട്ടില്ല. എന്റെ അച്ഛൻ ഇത്ര ചോറിനുള്ളൂ. അതന്നെ അച്ഛൻ ഈ തടി ഇല്ലല്ലോ. അല്ലേ, ഞാൻ ഈ തടി ഉണ്ടല്ലോ. എനിക്കെന്താ വെച്ചെങ്കിലേ തടി ഷുഗറൊക്കെ കുറഞ്ഞാലും തടിക്ക് നിലനിർത്താൻ നിൽക്കണ്ടേ. ഷുഗർ കൊളസ്ട്രോളൊക്കെ എന്റെ നോർമൽ അയച്ചെങ്കിൽ വലിയ കൂടുതലൊന്നുമില്ല. എല്ലാവരും കള്ളന്മാര് തന്നെ. എന്നാലും നമ്മളിപ്പോ എനിക്ക് അസുഖം വന്നപ്പോ ഇവർക്ക് എല്ലാവർക്കും പേടി പറ്റി. ഇനി എന്തെങ്കിലും ഇതുപോലെ അല്ല, എനിക്കിങ്ങനെ ടെസ്റ്റുകൾ കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ഓരോന്ന് അറിയണത്. അവരിപ്പോ ടെസ്റ്റ് കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. അവരിപ്പോ നമ്മുടെ ഉള്ളിലുണ്ടോ ഇല്ലേ നമുക്ക് അറിയാത്ത ഒരു ടെൻഷൻ ഒന്നും ഇല്ല. ഇപ്പൊ ഒരാഴ്ച കഴിഞ്ഞ വെയിറ്റ് അല്ലത് നോക്കും, ഷുഗറും കൊളസ്ട്രോളും ഒക്കെ നോക്കും. അതൊന്നും കഴിച്ചിട്ട് അല്ല നോക്കിയിട്ട് ഒന്നും ഇല്ലാന്ന് പറഞ്ഞാൽ പെരിഞ്ചോറും മത്തി വറുത്തത് മീന അതിന്റെ ഉള്ളിലൊന്ന് വെച്ചിട്ട് ടേസ്റ്റ് ഇല്ല. ചിക്കൻ രസമുണ്ട്, മീനൊന്നും അത്ര ടേസ്റ്റ് എനിക്ക് തോന്നിയില്ല കേട്ടോ. പിന്നെ ഞാൻ വിചാരിച്ചു നമുക്ക് എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മുടെ നോൺ സ്റ്റിക്കിന്റെ ഉള്ളില് നമ്മുടെ ഒലിവ് ഓയിൽ ഉണ്ടല്ലോ. ഒലിവ് ഓയിൽ നമുക്ക് കുഴപ്പമില്ലല്ലോ. ഒലിവ് ഓയിൽ വേണ്ട, ഒലിവ് ഓയിൽ പരട്ടിയിട്ട് ചുട്ടിട്ട് നോൺ സ്റ്റിക്ക് ചുട്ടെടുത്താൽ മതി. ഇനി ഞാൻ അത് ചെയ്തു. പക്ഷെ കയ്യിൽ മീൻ ചുട്ടിട്ട് അത്ര ഇഷ്ടമായില്ല കേട്ടോ. ചിക്കൻ അടിപൊളിയായിരുന്നു, ഒന്നും പറയില്ല. പക്ഷെ ഞങ്ങൾ ഉള്ളത് പറഞ്ഞാൽ ഈ ഒരു സാധനം ഉണ്ടായിട്ട് ടേസ്റ്റ് ഇല്ലാത്തൊക്കെ ടേസ്റ്റ് ഉണ്ടായതിനുള്ളിൽ വെച്ചിട്ട് പറയേണ്ട കാര്യമൊന്നുമില്ല. മീൻ ടേസ്റ്റ് ഇല്ല. പക്ഷെ അതുകൊണ്ടല്ല അതിൽ വെച്ചതിന്റെ ടേസ്റ്റ് ആണ്. മീൻ ഫ്രഷ്നെസ്സിന് കുറവൊന്നുമില്ല. പക്ഷെ നമുക്ക് അതിനൊരു ഇഷ്ടമായില്ല. പക്ഷെ ചിക്കൻ ഉണ്ടല്ലോ, ചിക്കൻ ഭയങ്കര ടേസ്റ്റ്, നല്ല ജ്യൂസി ആയിരുന്നു, നല്ല സോഫ്റ്റ് ആയിരുന്നു. അപ്പോൾ എനിക്കത് നല്ലോണം മസാല പറ്റണം കേട്ടോ, എന്നാലും ജ്യൂസ് ആയിട്ടുള്ളൂ. കുറച്ച് മസാല പറ്റുമ്പോൾ അതിൽ വെച്ചാൽ ഇപ്പോൾ ഒരു ഡ്രൈനെസ് ഫീൽ ചെയ്യും അല്ലേ?
പിന്നെ എന്തായാലും അടുത്ത വെയിറ്റ് കുറയ്ക്കും. ഇപ്പം എത്ര 87 2 കിലോ കൂടി 20 കുറയും. അതല്ല ഒന്ന് കുറഞ്ഞ് കിട്ടിയാ പിന്നെ ഇങ്ങനെ കുറഞ്ഞു പിന്നെ നല്ല കഷ്ടപ്പാടുള്ളതിനായിട്ട് സത്യം. ഇന്നലെ ഇപ്പം ഞങ്ങൾ ചായ കുടിക്കാൻ പോയി, ഓരോ വിത്തൗട്ട് കാപ്പി കുടിച്ചു. അതിൻ്റെ ഒപ്പം ഞങ്ങൾ എണ്ണ ഒഴിക്കാണ്ട് ഒരു ഓംലേറ്റ് ഉണ്ടാക്കി ഒരു വിശക്കുണ്ടായിരുന്നു ഞങ്ങൾക്ക്. അപ്പോൾ എണ്ണ ഒഴിക്കണം. അപ്പോൾ ഞങ്ങൾ കുട്ടി പറഞ്ഞു, ചേച്ചി അത് പൊട്ട് വിട്ട് എങ്ങനെ കിട്ടിയെന്നില്ല. അപ്പോൾ ഞാൻ പൊട്ടിക്കോട്ടെ, അത് കുഴപ്പമൊന്നുമില്ല, ഞങ്ങളുടെ ശരീരത്തിന് കേടില്ല ഞങ്ങൾക്ക്. അതിനാണ് എനിക്ക് ഓരോ ഓംലേറ്റ് എണ്ണ ഒഴിക്കാൻ ഉണ്ടാക്കിയത്. അങ്ങനെ കുട്ടികൾ രാത്രി കുറച്ച് ഗ്രീൻപീസ് കൊണ്ടു പറ്റും. ഫുഡ് തന്നെയാണ് ഇന്നത്തെ രാത്രിത്തെ ഫുഡ്. അല്ല ഞാൻ പറയണത് ഫുഡുകൾ. അതാണ് ഞാനും വിചാരിച്ചു, ഈ ചോറ് 2 നേരം 3 നേരം കഴിച്ചില്ലെങ്കിൽ നമ്മള് നടക്കാൻ സത്യമായിട്ട് നമുക്ക് നടക്കാൻ പറ്റില്ല എന്നൊക്കെ വിചാരിച്ചു. ഒരു കുഴപ്പമില്ല കേട്ടാ. സത്യമായിട്ട് ഭക്ഷണം വളരെ കുറച്ചാൽ നമുക്ക് അത്ര ആയാസമുണ്ട് നടക്കാനും കിതപ്പും ഞാൻ ചോറൊന്നും അതിന് മാത്രം തിന്നിരുന്നില്ല. എന്നാലും നമ്മളിപ്പോ ഇന്നൊക്കെ ഒരു അല്ല എന്റെ ഫുഡ് ശരിക്കും അടിച്ചത് മീൻ വറുത്തത്, ചിക്കൻ വറുത്തത്, എനിക്കടിച്ചത് ബിരിയാണി, പിന്നെ പപ്പട കാച്ചിയത്. ഇതൊക്കെ എനിക്ക് വലിയ ഇഷ്ടമില്ലാത്ത സാധനങ്ങൾ. ഇതാണ് എന്റെ ഏറ്റവും ഫേവറേറ്റ്. എന്റെ ഇഷ്ടം തന്നെയാണ് ചോറ്, അത് വേറെ ടേസ്റ്റ്, അത് വേറെ കാര്യം. എന്നൊരു മോര് കറി ഇതൊക്കെ ഉണ്ടെങ്കിൽ സെറ്റാണ്. ഇപ്പം എന്തായാലും ഞാൻ ചോറ് ഉച്ചയ്ക്ക് രാത്രി കഴിച്ചിരുന്ന ആളാണ്. ഇപ്പം അതൊക്കെ നിർത്തി നടക്കാനും ഇതൊക്കെ സുഖം. കഴിക്കണം ആഗ്രഹമുണ്ട്, അതിന് കുഴപ്പമില്ല. എന്റെ കൂടെ കുറച്ച് ദിവസം നിൽക്കാനോ എന്നുള്ളതിലാണ് എനിക്ക് തോന്നുന്നത്. അല്ലാണ്ട് അതങ്ങനെയാണ്. അല്ല ഉണ്ണിക്കതൊരു മാറ്റം വരണമെങ്കിൽ ഞാനും കൂടി അതിന് ശ്രമിക്കണം. അത് സത്യമായിട്ടാ. എനിക്ക് ഡയറ്റ് എടുക്കാൻ ഒരു പ്രചോദനം എൻ്റെ അതിനായിട്ട് കൂടുതലാട്ടാ. എന്താ വെച്ചാൽ ഞങ്ങൾക്ക് ഒരാൾക്ക് ഫുഡ് ഉണ്ടാകുമ്പോൾ കഴിക്കാണ്ട് കിടക്കും. അതിന് കാര്യം നമ്മള് കഴിക്കണം. അപ്പൊ ഞങ്ങൾ രണ്ടാളൂടെ അതിനായിട്ട് വിശുമ്പോൾ അതിനായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെക്കും. സലാഡ് കുറെ വയ്ക്കും, മുട്ട പുഴുകിക്കും, അതൊക്കെ കഴിക്കാലോ. ഞാനിപ്പോ എന്തായാലും 10-ൽ 1% ഭക്ഷണം കഴിക്കുന്നുള്ളൂ. 10% കഴിച്ചായിരുന്നു. ഇപ്പൊ 1 മാറ്റിയിട്ട്. ഇനി എനിക്ക് ഷുഗറൊക്കെ ഒന്ന് നോർമൽ. അതിന് മാത്രം ഒന്നുമില്ല. 10-ൽ 1 അപ്പൊ ഞാൻ 10-ൽ 6 ആക്കിണ്ടാവും. അത്രേ ഉള്ളൂ. 5 ആക്കിണ്ടാവും. അല്ല എനിക്ക് ഫുഡ് അത്ര കുഴപ്പമൊന്നും. എനിക്ക് ഇഷ്ടമുള്ളത് തിന്നാൻ പറ്റുന്നില്ല എന്നുള്ളത്. അല്ലാണ്ട് വയറ് പറയാൻ തന്നെ വിഷയമില്ല. ഇഷ്ടമുള്ളത് തിന്നാൻ പറ്റില്ല. എനിക്കതന്നെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത്. ചോറ്, ഉപ്പേരി, ചറപ്പം, മോര് കറി. ചോറ് വേണ്ട, കൊത്തിപ്പിക്കല്ലേ. ഓക്കെ ഓക്കെ. അങ്ങനെ നമ്മൾ പുട്ടിനെ കുഴച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾക്ക് രാഗി പുട്ടും അന്നേട്ടന് പിള്ളേർക്ക് അരി കൊണ്ടുള്ള പുട്ടുണ്ടാക്കാനായിട്ടാണ്. ഇവിടെ എല്ലാ പുട്ട് ഭയങ്കര ഇഷ്ടമാണ്. എന്താ വെച്ചാൽ പുട്ടിന് കറികൾ ഇങ്ങനെ മാറ്റി പിടിച്ചാൽ കുണുക്കിന് ഉണക്കിക്കൊക്കെ ഇഷ്ടമാണ്. പഞ്ചാര കൂട്ടി കഴിക്കാനൊക്കെ ഇഷ്ടമാണ്. അപ്പം ഞാൻ കൂടുതൽ പുട്ട് തന്നെയാണ് ഉണ്ടാക്കാറ്. അവർക്ക് മറ്റുള്ള ഫുഡ് ഞാൻ കഷ്ടപ്പെട്ട് ഉണ്ടാക്കണേക്കാൾ നല്ലത് കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്ന ഫുഡാണെങ്കിൽ അവർ കുറച്ചിന് കഴിക്കും. അങ്ങനെ നമ്മൾ പുട്ടുണ്ടായിട്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ എൻ്റെ സന്തോഷ വാർത്ത കണ്ടില്ല. ഞാൻ 87 കിലോനായിട്ടാണ്. എനിക്ക് ഒരു മാസമൊക്കെ ഏകദേശം ആയിട്ട്, 1 മാസം അത്രയ്ക്കന്നെ ആയിട്ടുള്ളൂ. ഞാൻ കറക്റ്റ് ഡേറ്റ് തുടങ്ങിയിട്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് ഒരു 92 87 കിലോ വരെ എത്തിയിട്ടാണ്. അപ്പോൾ അതൊക്കെ ഭയങ്കര ഒരു സന്തോഷമായിരിക്കണം. ഭയങ്കര ഒരു സന്തോഷം, ഭയങ്കര മാറ്റമാണ് കേട്ടോ അത്. ഞാനിങ്ങനെ കഷ്ടപ്പെട്ട് തടി കുറയ്ക്കാൻ പറ്റുമോ എന്ന് ആലോചിച്ച്. പിന്നെ എൻ്റെ സ്റ്റീറോയിഡ് കഴിച്ച തടിയും കുറേ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അതുകൊണ്ടാണോ എന്നറിയില്ല. എന്തായാലും എൻ്റെ ഫുഡിൻ്റെ ഡയറ്റും കാര്യം കൊണ്ട് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. വെച്ചാൽ അത്രയും മാറ്റങ്ങൾ വരുത്തിയല്ലോ. ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അരി ഭക്ഷണം നിന്നതായാലും മധുരം, അതുപോലെ തന്നെ വറവ്, അങ്ങനത്തെ സാധനങ്ങൾ തന്നെ നിന്നപ്പോൾ തന്നെ ബേക്കറി ഐറ്റംസ് ഇതൊക്കെ നിന്നപ്പോൾ തന്നെ നമുക്ക് ശരീരത്തിന് ഒരുപാട് മാറ്റം വന്നു കേട്ടോ. അങ്ങനെ നമ്മൾ റാഗി പുട്ടുണ്ടാക്കുകയാണ്. അപ്പോൾ റാഗി പുട്ടിന് ഞാനാണ് കുറച്ച് മുതിരച്ചാറ് ഉണ്ടാക്കാൻ കേട്ടോ. എന്നിട്ട് മുതിര ഞങ്ങൾക്ക് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും കഴിച്ചില്ലെങ്കിൽ സമാധാനം ഉണ്ടാകും. അപ്പോൾ ചോറ് കൂട്ടിയിട്ട് നമുക്ക് എന്തായാലും മുതിര കഴിക്കാൻ പറ്റാത്തതിനും ഞങ്ങൾ പുട്ട് കൂട്ടിയിട്ട് മുതിര കഴിക്കാമെന്ന് വെച്ചു കേട്ടോ. അങ്ങനെ ഞങ്ങൾ പുട്ടിന് മുതിരക്കറിയാണ് ഉണ്ടാക്കിയിട്ട്. പക്ഷേ എല്ലാവരും റാഗി പുട്ടിന് നല്ല ടേസ്റ്റ് ഉണ്ട്. റാഗി പുട്ടിൻ്റെ കൂടെ എന്താണ് ഞങ്ങൾ ചെറുപ്പയർ കറി വെച്ച് കഴിച്ചു. പക്ഷേ അതിനേക്കാളും ടേസ്റ്റ് തോന്നിയത് മട്ടിപ്പ് തന്നെയില്ല. ഇതൊരു ടേസ്റ്റാണ് മുതിരക്കറി കൂട്ടിയിട്ട്.
മുതിരയുടെ മിളകും ചാറ് വെച്ചിട്ട് ഇങ്ങനെ കുഴച്ചിനെ ഭയങ്കര ടേസ്റ്റ് ചെയ്തിട്ട് എനിക്ക് മെനുവിൻ്റെ ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ നമ്മൾ മുതിരച്ചാറ് ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ നമ്മൾ ചട്ടിയിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ചതച്ചിട്ടു. പിന്നെ കുറച്ച് കുത്തിമുളക്, കുറച്ച് മിളകും പൊടിയൊക്കെ ഇട്ടിട്ട് നന്നായി മൂപ്പിച്ചെടുക്കുക കേട്ടോ. മൂപ്പിച്ചതിന് ശേഷം നമ്മൾ ആ വേവിച്ച് വെച്ച മുതിര എടുത്തിട്ട്, അപ്പോൾ മുതിര ചാറാക്കുമ്പോൾ ശ്രദ്ധിക്കണം, മുതിര ഒന്ന് വേവണം കേട്ടോ, വെന്താലാണ് ടേസ്റ്റ് ഉള്ളൂ. അങ്ങനെ നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ട്. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് റാഗിയുടെ ഒരു കഷ്ണം പുട്ടും മുതിരക്കറിയും ഒരു കോഴിമുട്ടയും പിന്നെ ആ സലാഡോട്. ഇതാണ് ഇന്ന് രാവിലെ ഞങ്ങൾ കഴിച്ചത്. പക്ഷേ നല്ല ബ്രേക്ക്ഫാസ്റ്റ് ചെയ്തിട്ട് ചില ദിവസം നമുക്ക് ഇഷ്ടപ്പെടാറില്ല ഗതികേടോട് കഴിക്കാൻ. പക്ഷേ ഇന്ന് രസമുണ്ടായിരുന്നു അല്ലേ ഇന്നത്തെ ഉച്ചത്തിൽ. മുതിരയാണല്ലോ അങ്ങനെ നമുക്ക് ആലോചിക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം. മുതിര കഴിക്കാനുള്ളൊരു സന്തോഷം വേറെ തന്നെ കേട്ടോ. പിന്നെ ഉണ്ണുകൾക്ക് വല്ല കറി ഉണ്ടാക്കേണ്ടതെന്ന് ആലോചിച്ചപ്പോൾ നമുക്കൊരു മോരിക്കറി ഉണ്ടാക്കാമെന്ന് വെച്ചു കേട്ടോ. അപ്പോൾ നമ്മൾ നാളികേരം പുട്ടിനുണ്ടാക്കിയതിൻ്റെ ബാക്കി ഉണ്ടായിരുന്നു ഒരു പിടി നാളികേരം, അതും ഒരു 2-3 പച്ചമുളകും ഒരു 2 വലിയ വെളുത്തുള്ളിയും ഒരു തുണ്ടി ഇഞ്ചിയും പിന്നെ കുറച്ച് ഉപ്പും വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ നന്നായിട്ട് അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ വീട്ടിലുണ്ടായ കാന്താരി മുളകൊക്കെ ഉണ്ടെങ്കിൽ നല്ല കേട്ടോ. പക്ഷേ അതൊന്നും പൊട്ടിക്കാൻ പോകാൻ നേരം ഉണ്ടായില്ല. എന്താ വെച്ചാൽ കുറുക്കിൽ ടീച്ചർ തന്നെക്കാളും മുന്നേ അവരെ കുറച്ച് നേരം പഠിപ്പിക്കാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ വേഗം പണിയെടുത്ത്. അങ്ങനെ നമ്മൾ അടുപ്പത്ത് ഒരു ചട്ടിയുടെ ഉള്ളിലേക്ക് അരപ്പ് ഒഴിച്ചിട്ട് ഒന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഉപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് നോക്കുന്നുണ്ട് അതിൻ്റെ. അപ്പോൾ ആ കറി ചൂടായി വന്നപ്പോൾ നമ്മൾ നല്ല കട്ട തൈര് കേട്ടോ, അധികം പുളിയില്ലാത്ത നല്ല കട്ട തൈര് മിക്സിയിൽ ഒന്ന് അടിച്ചിട്ട് അത് ഒഴിച്ച് കൊടുത്തിട്ടോ. പിന്നെ ആ കറി അധികം തിളയ്ക്കാൻ നോക്കരുത്, തിളച്ച് കഴിഞ്ഞാൽ നമ്മുടെ തൈരൊക്കെ അങ്ങോട്ട് പിരിഞ്ഞ് പോകും. അപ്പോൾ ചെറുതായിട്ടൊന്ന് വരുമ്പോഴേക്കും ഒന്ന് ചൂടാകുമ്പോഴേക്കും നമുക്ക് ഓഫ് ചെയ്യട്ടോ. കുറച്ച് ഉലുവപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ എന്ത് ചെയ്തു, ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയിൽ കുറച്ച് കടുകും ഉലുവയും മുഴുമുളകില്ലാത്ത കറിവേപ്പിലിട്ട് അത് കാച്ചിട്ട്. അപ്പോൾ അങ്ങനെ ഉച്ചത്തേക്ക് പിള്ളേർക്കുള്ള കറി ആയിട്ടാണ്. പിന്നെ മുതിരപ്പേരി ഉണ്ട്, ഇപ്പോൾ ഒരു മോരുകറി ഉണ്ട്. പിന്നെ നമ്മൾ മീൻ വറക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് കുതിര ഇട്ടേച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ പാത്രം മൂറട്ടെ. എത്ര പ്രാവശ്യമാണ് പാത്രം മൂറാന്ന് വെച്ചാൽ അറിയില്ല. കുറേ പ്രാവശ്യം എന്നെ കേട്ടോ ഒന്ന് മൂറും, കുറേ പ്രാവശ്യം ഞാൻ മൂറും. പാത്രങ്ങൾ എപ്പോഴും മൂറാണ്ടോ അവര് കേട്ടാ. അതൊരു സന്തോഷമല്ലേ, അതൊക്കെ ഒരു സന്തോഷമല്ലേ. അങ്ങനെ നമ്മുടെ മീൻ നന്നാക്കി മേടിച്ചേട്ടോ. പക്ഷേ അതിൻ്റെ ഒരു മുള്ള് കളയണ്ടായിരുന്നു, അതൊക്കെ കളഞ്ഞ് കഴുകി മുളകും പൊടി മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ടിട്ട് മസാല പരട്ടി നമ്മൾ തിരുമ്പി അതുകൊണ്ട് മാറ്റി വെച്ചു കേട്ടോ. അപ്പോൾ സെറ്റായി. അങ്ങനെ നമ്മുടെ മീൻ മസാല പറ്റി കഴിഞ്ഞ് നമ്മൾ മീൻ കറി ഉണ്ടാക്കാൻ പോകട്ടോ. അപ്പോൾ മീൻ കറി നമ്മൾ എന്നും ഉണ്ടാക്കണം പോലെ കുറേ ഉണ്ടാക്കിയിട്ട് കാര്യം. ഇപ്പോൾ ആരും ചോറിനുണ്ടല്ലോ, ഇപ്പോൾ എനിക്ക് തന്നെയാണ് മാത്രമായിട്ട് ഞങ്ങൾ വെക്കുന്നത്. ഒരു ദിവസം കഴിച്ച രണ്ടാമത്തെ ദിവസം ഞങ്ങൾക്ക് അങ്ങനെ കഴിക്കാൻ താല്പര്യമില്ലാത്ത ആൾക്കാരാട്ടോ. അപ്പോൾ എന്ത് ചെയ്തു, ഒരു 3-4 വലിയ വെളുത്തുള്ളി കുഞ്ഞിതാക്കി അരിഞ്ഞു, ഒരു തുണ്ടി ഇഞ്ചി ഇതുപോലെ അരിഞ്ഞെടുത്തു, പിന്നെ 2 പച്ചമുളകും അരിഞ്ഞ് വെച്ചു കേട്ടോ. അപ്പോൾ അത് പിന്നെ ഒരു ദിവസത്തേക്ക് 2 ദിവസത്തേക്ക് എടുക്കാനുള്ള അത്ര കറി ഉണ്ടാവുള്ളൂ. ഞാൻ അധികം വെള്ളമൊന്നും ഒഴിക്കാണ്ട് ചെറിയ തോതിലാണ് ഞാൻ ഉണ്ടാക്കിയിട്ടാണ്. എന്താ വെച്ചാൽ പിള്ളേരൊന്നും ഇല്ലാത്ത കറിയൊന്നും ചിലവാവണില്ല. മുളുക്കി മോരും പരിപ്പൊക്കെ കറി ഇഷ്ടമാണ്, അത് കുഞ്ഞിനും അങ്ങനെ തന്നെയാണ്. അങ്ങനെ നമ്മൾ പച്ചമുളക് അരിഞ്ഞു, പിന്നെ നമ്മൾ 2 തക്കാളി ഒന്ന് കനം കുറച്ച് അരിയണം കേട്ടോ. തക്കാളിയും കുഞ്ഞിതാക്കി അരിയണം, നല്ല കനം കുറച്ചിട്ട്. പിന്നെ ഒരു സബോളയും അരിയണം കേട്ടോ. അങ്ങനെ നമ്മൾ ഒരു സബോളയൊക്കെ അരിഞ്ഞു, ചെറുതാക്കേണ്ട സബോള അരിഞ്ഞു. പിന്നെ നമ്മളിത് ഒരു തക്കാളി 2 തക്കാളി അരിയുണ്ട്, തക്കാളി അരിഞ്ഞു കേട്ടോ. വേണ്ട പെട്ടെന്ന് കഴിയേണ്ടില്ല, ഫാസ്റ്റ് ചെയ്യണം. അല്ലെങ്കിലും ഇതൊക്കെ നന്നാക്കുന്നത് പെട്ടെന്ന് കഴിയിട്ടു. പിന്നെ കറിവേപ്പിലും. പിന്നെ നമ്മൾ ചട്ടി വെച്ചു, അതിൽ തുള്ളി വെളിച്ചെണ്ണ ഒഴിച്ചു. ചിറ്റിച്ച് വയ്ക്കുന്നത് എന്താ വെച്ചാൽ എല്ലായിടത്തും ഒന്നും ആവാൻ കേട്ടോ. ഉലുവ പൊട്ടിച്ചു, പെരിഞ്ചീരകം പൊട്ടിച്ചു കേട്ടോ. ഈ 2 പൊട്ടിച്ചതിന് ശേഷം നമ്മൾ ഈ അരിഞ്ഞ് വെച്ച എല്ലാ കഷ്ണങ്ങളും നമ്മൾ അങ്ങോട്ട് തട്ടി കൊടുത്തു കേട്ടോ. ഇഞ്ചിയുണ്ട്, വെളുത്തുള്ളിയുണ്ട്, പച്ചമുളകുണ്ട്, തക്കാളി ഉണ്ട്, സബോള ഉണ്ട്, കറിവേപ്പിലുണ്ട്. 6 കൂട്ടം സാധനങ്ങളുണ്ട് കേട്ടോ. മൂക്കടഞ്ഞാലാണ് സംസാരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ട്. തൊണ്ടങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ചൊറിയണം ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഡബ് ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ നമ്മളിത് അതൊക്കെ ഒന്ന് വണക്കിയെടുത്തതിന് ശേഷം നമ്മൾ വീഡിയോ ഓണാക്കാൻ മറന്നു കേട്ടോ. ഞാൻ എന്തോ ഇതിൽ ഓഫ് ചെയ്ത് പിന്നെ ഓണാക്കാൻ പറഞ്ഞപ്പോഴേക്കും ഞാൻ അതിലിട്ടത് കുരുമുളക് പൊടി, കാശ്മീർ ചില്ലി പൗഡർ, മഞ്ഞൾപ്പൊടി, പിന്നെ തൊട്ടാൽ ഒന്നുമില്ല, ഈ 3 തന്നെ ഇട്ടിട്ടുള്ളൂ കേട്ടോ. മല്ലിപ്പൊടി ഒന്നും ഇട്ടില്ല. പിന്നെ നമ്മൾ കുറച്ച് സൊറുക്കില് വിനാഗിരി, പുളി അധികം വേണ്ടാത്തവർക്ക് ആ വിനാഗിരി ഒഴിച്ചിട്ട് നിർത്തണം. അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് പുളിയൊക്കെ ആവശ്യമുള്ള ഞാൻ ചെയ്തു ഒരു ചെറിയൊരു 3-4-5 കുടംപുളി കഴുകി കൊണ്ടിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പുളിയൊന്നും അധികം വേണ്ട എന്നുള്ളവർക്കാണെങ്കിൽ ചപ്പാത്തിക്കും അപ്പത്തിനൂടെ കഴിക്കണമെങ്കിൽ ഈ വിനാഗിരി ഒഴിച്ച് നോക്കി കഴിഞ്ഞാൽ ആ പുളി മതിയാവട്ടെ തക്കാളിയുടെ കൂടിയിട്ട്.
പക്ഷേ ഞങ്ങൾക്ക് ഈ കറിയിൽ കുറച്ച് പുളിയും കാര്യങ്ങളൊക്കെ ഇട്ടിങ്ങനെ ഞങ്ങൾക്കത് കഴിക്കാൻ വായിക്കൊരു രുചിയുള്ളൂ. പ്രത്യേകിച്ച് ഇപ്പം നമ്മൾ അങ്ങനെ എല്ലാ ഫുഡും കഴിക്കാൻ തന്നെ വായിക്കാൻ രുചിയുള്ളതൊക്കെ കിട്ടണ്ടേ. അങ്ങനെ നമ്മൾ മീൻ കറിയൊക്കെ സെറ്റാക്കി നമ്മൾ ആ മീൻ കറിയൊക്കെ തിളച്ച് വന്നപ്പോൾ നമ്മൾ ആ മീൻ എന്താ മീനിൻ്റെ പേര് തന്നെ വറ്റ അല്ലേ, വറ്റ കുട്ടികളാട്ടോ. കുഴപ്പമില്ല അല്ലേ, ടേസ്റ്റ് ഉണ്ട്, നല്ല മീനുകളാട്ടോ. ഞാൻ ചാവക്കാട് പോയിട്ടാണ് മേടിക്കുക. അത് കഴിഞ്ഞ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ചെയ്ത് ഒരു 2-2:30 മണിക്ക് പതിനെട്ട് മാതളം നന്നാക്കി വെച്ചിട്ടുണ്ട്. ഈ മാതളം നന്നാക്കുമ്പോഴേ കൈമ മൊത്തം കറി വരും കേട്ടോ, അതാണ് ഒരു വിഷയം കേട്ടോ. അങ്ങനെ അതിനായിട്ടെൻ്റെ മരുന്നുകളും കാര്യങ്ങളൊക്കെ മാറ്റി തിരിച്ചൊക്കെ വെക്കുക കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ മാതളത്തിൻ്റെ അപ്പോൾ ഇത് മരുന്നും കാര്യങ്ങളൊക്കെ ഏതാണെന്നൊക്കെ ചോദിച്ചറിയാട്ടെ. അതിനായിട്ട് വേറെ ഒന്നുമില്ല. അതിൻ്റെ ഇടയിൽ പൊന്നു വന്നിട്ട് പറഞ്ഞു, കുഞ്ഞ വന്നിട്ട് പറഞ്ഞു എൻ്റെ വയറിന് സുഖമില്ല, വയറ്റിൽ നിന്ന് പോക്കാന്നൊക്കെ കണ്ട് നിൽക്കുന്നത് ഇപ്പോട്ടാണ്. അങ്ങനെ മൂപ്പരിക്ക് വയറിന് സുഖമില്ല, 3-4 പ്രാവശ്യം ബാത്റൂമിൽ കൊണ്ടുവന്നൊക്കെ കണ്ട് നിൽക്കുന്നത്. അങ്ങനെ ഞങ്ങൾ രണ്ടാളും ആളുള്ള മാതളമൊക്കെ കഴിക്കുക കേട്ടോ. പിള്ളേർക്ക് കൊടുത്തു, പിന്നെ ഞാൻ എന്നോട് കൂടി കഴിക്കുകയാണ് കേട്ടോ. എന്താ വെച്ചാൽ ബ്ലഡ് ഇല്ലാത്തതിനാണ് ഡോക്ടർ അടുത്ത് പറഞ്ഞിട്ട് ഈത്തപ്പഴം മാതളം നല്ല മാതിരി കഴിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കിട്ടണ മാതളാണെങ്കിൽ നല്ല മാതളാട്ടോ. അങ്ങനെ നമ്മൾ ഉച്ചത്തേക്ക് ചപ്പാത്തി അന്വേട്ടം പോലും അറിഞ്ഞില്ല ഞാൻ ചപ്പാത്തി ഉണ്ടാക്കാൻ പോയത്, അറിഞ്ഞാൽ. അപ്പോൾ അങ്ങനെ ഒരു ചപ്പാത്തി എനിക്ക് 3 ചപ്പാത്തി തന്നെയാണ്, കുറച്ച് മീൻ കറി, മുതിരപ്പേരിയും, പിന്നെ മീൻ നമ്മൾ ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ 2 പീസ്, അതും കൂടിയിട്ട് നമ്മളങ്ങനെ ഉച്ചത്തെ ഫുഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതാണ് 2 ദിവസത്തെ എൻ്റെ ഡയറ്റും കാര്യങ്ങളൊക്കെ. ഇതാരും ഫോളോ അപ്പ് ചെയ്യുകയാണെങ്കിൽ നല്ലതാണ്, തടി കുറയും. നമ്മൾ ഫാറ്റായിട്ട് ഒന്നും കഴിക്കണില്ല, എളുപ്പമുള്ളതാണ്, നമ്മുടെ വീട്ടിലുള്ള സാധനമാണ് കേട്ടോ. ഒരുപാട് അതും ഇതൊക്കെ നമ്മുടെ വീട്ടിലില്ലാത്ത സാധനം വെച്ചിട്ടൊന്നുമല്ല, നമ്മുടെ വീട്ടിലെല്ലാവരും കഴിക്കണ ഫുഡിൽ ഇങ്ങനെ തടി കുറയ്ക്കുക അത്രയും ഞാൻ നോക്കാറില്ല. എന്താ വെച്ചാൽ അല്ലാതും എപ്പോഴും ഫ്രൂട്ട്സ് മേടിച്ചിട്ടും കാര്യങ്ങളും ചെയ്തിട്ട് നമുക്ക് നോക്കാൻ എളുപ്പമല്ലല്ലോ, അതുകൊണ്ടാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഇനിയും വെയിറ്റ് കുറയാൻ വേണ്ടി കാത്തിരിക്കുക അല്ലേ ചേട്ടാ. വെയിറ്റ് കുറച്ചേ പറ്റൂ, അസുഖങ്ങളാണ് നമ്മളെ തളർത്തുന്നത് കേട്ടോ. അങ്ങനെ പക്ഷേ നല്ല ടേസ്റ്റ് ചെയ്തിട്ട് ഇന്നത്തെ ഉച്ചത്തോട് ഫുഡ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള. ബൈ.